ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ ഒരു നിമിഷത്തിൽ അന്ന് ജീവിച്ചിരുന്ന വിശ്വാസ സമൂഹത്തിന് ആ വാർത്ത അറിഞ്ഞ നിമിഷങ്ങളിലുണ്ടായ സങ്കടവും ദുഃഖവും പ്രവാചകൻ്റെ വിയോഗം സൃഷ്ടിക്കുന്നൊരു ശൂന്യതയുമൊക്കെ വലിയൊരു മാനസികമായൊരു സംഘർഷാവസ്ഥ അവർക്കിടയിൽ രൂപപ്പെടുത്തി. എങ്കിൽ പോലും പിന്നെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദർശം ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും നബിവചനങ്ങളിലൂടെയും ഇവിടെ ഈ ദീനിനെ ഹയാത്താക്കേണ്ടതുണ്ട് എന്ന ഒരു കർത്തവ്യബോധം വീണ്ടെടുക്കാൻ ഏറെ സമയം സ്വഹാബാക്കൾക്ക് വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം അത് സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികൾക്കിടയിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചർച്ച രൂപപ്പെടുകയുണ്ടായി. നബിക്ക് ശേഷം ആര് എന്ന്. ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനി ആരാണ് മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ വരേണ്ടത് എന്ന ചർച്ച ഉടലെടുക്കുന്നുണ്ട്. കാരണം തികച്ചും പക്വമതിയായ ഒരു സമൂഹത്തിൻ്റെ നിലപാടാണ്. നേതൃത്വമില്ലാത്ത ഒരു മുന്നോട്ടുള്ള സഞ്ചാരം ഒരു കാരണവശാലും ഒരു ഉമ്മത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക് ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതും പ്രവാചകൻ്റെ അധ്യാപനം തന്നെയാണ്. 3 പേരുണ്ടെങ്കിൽ ഇല്ല അമ്മറു അലൈഹിം മഹദഹും, 3-ൽ ഒരാളെ നായകനാക്കി വേണം നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കാനെന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് നിങ്ങളൊരു യാത്രയിലാണെങ്കിലും ശരി, നിങ്ങളൊരു ബദുവിൽ, നിങ്ങളൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന പക്ഷമാണെങ്കിലും ശരി, ഏതടിസ്ഥാനത്തിലാണെങ്കിലും 3 പേരെങ്കിലും ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഒരു സംഘമായിട്ടുണ്ട് എങ്കിൽ ആ കൂട്ടായ്മയ്ക്കൊരു നേതാവ് ഉണ്ടാകണമെന്നത് കർക്കശമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാരം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആരാണ് അടുത്ത ലീഡർ എന്നൊരു ചർച്ച പ്രധാനമായിട്ട് നടന്നു. ചില ചർച്ചകൾ നടന്നു. സ്വാഭാവികമായി ആ ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ നമുക്കിടയിലൊക്കെ നടക്കാവുന്നൊരു ചർച്ചയുണ്ടാകും. ഗോത്രപരമായ ആ ഒരു ലീഡർഷിപ്പിനെ കുറിച്ച് ആലോചിക്കാം, മതപരമായൊരു ലീഡർഷിപ്പിനെ കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായ ഒരു ലീഡർഷിപ്പിനെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് വേണം, നമ്മുടെ കുടുംബത്തിനാണ് അവകാശമുള്ളത്, നമ്മുടെ നാട്ടിനാണ് അവകാശമുള്ളത്, നമ്മുടെ ഗോത്രത്തിനാണ് അവകാശമുള്ളത്. ഈ വിധത്തിലൊക്കെ പ്രവാചകന്റെ പകരക്കാരൻ്റെ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നു. മദീനക്കാർ ചില ഭാഗത്തേക്ക് മാറുന്ന ചില ആൾക്കാരുടെ ചർച്ചകൾ ഇങ്ങനെ പോയി. നമ്മളൊക്കെയാണ് ഇവിടെ അടിസ്ഥാന ജനവിഭാഗം എന്നുള്ളത്, നമ്മളാണ് ഇവിടുത്തെ പാരമ്പര്യക്കാർ, അവർ വരുത്തരാണ്, വന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകർക്ക് ശേഷം അഭയാർത്ഥികളായി വന്നവർ അധികാരത്തിൽ വരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കാണത് വേണ്ടത് എന്ന ചില ചർച്ചകൾ നടന്നു. ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് 4 സൈഡിൽ നിന്ന് 4 അഭിപ്രായങ്ങൾ വരും. 4 ഭാഗത്തേക്ക് 4 തരത്തിലുള്ള അഭിപ്രായക്കാർ കൂടിയെന്നും വന്നേക്കാം. അത് സ്വാഭാവികതയാണ്. അവർ മനുഷ്യരായിരുന്നത് കൊണ്ട് തന്നെ അത്തരം ചില വടംവലികൾ അവർക്കിടയിൽ നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഓരോരുത്തരും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ ദേശക്കാരനായ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്നെങ്കിൽ എന്ന നിലയിൽ സ്വാഭാവികമായും ആഗ്രഹിക്കുകയും ആ താല്പര്യങ്ങൾ ചർച്ചയിൽ രൂപപ്പെട്ടു വരികയും ചെയ്തു. പക്ഷെ അതിനെല്ലാം മീതെ അൻസാറുകളുടെ ഭാഗത്തു നിന്ന് ഒരാൾ വരട്ടെ എന്നോ, മുഹാജിറുകളുടെ ഭാഗത്തു നിന്ന് ഒരാൾ വരട്ടെ എന്നോ, അത്തരം ചർച്ചകൾ തന്നെ ഒരിക്കലും പക്വമല്ല. അതൊരിക്കലും വിവേകപൂർവ്വമുള്ള ഒരു തീരുമാനമോ ആശയമോ അല്ല എന്ന് ചിലരെങ്കിലും ചിന്തിക്കുകയും, ഇവിടെ മക്കയിൽ നിന്ന് വന്നെന്നോ മദീനക്കാരനെന്നോ ഇതൊന്നും ആലോചിക്കാൻ പാടില്ല. ഇവിടെ ഗോത്രങ്ങളല്ല നോക്കേണ്ടത്, ഇവിടെ നോക്കേണ്ടത് കുടുംബമല്ല, ഇവിടെ വന്ന ദേശമല്ല, ഇവിടെ നോക്കേണ്ടത് പ്രവാചകന്റെ പ്രതിനിധിയായി മറ്റൊരാൾ. അത് ആ ആളിന്റെ യോഗ്യത എന്താണ്, ആ പ്രവാചകർക്കുള്ള യോഗ്യതകൾ ഏറെക്കുറെ അതൊക്കെ സമ്മേളിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന പൊതുവായ ചർച്ചയിലേക്ക് സംഭവങ്ങൾ പിന്നെ വഴിമാറുന്നുണ്ട്. അതിന് പ്രധാനമായി ചുക്കാൻ പിടിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ ചില പിടിവാശുകളൊക്കെ എല്ലാവരും പാടെ വിട്ടുകളയാറുണ്ട്.
കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഏത് നാട്ട് ഏത് പ്രദേശം അതല്ല നമുക്ക് ആവശ്യമെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് ശേഷം പ്രവാചകനെ പകർക്കാനായി വരുന്നയാൾ ഏറ്റവും നല്ല ജനക്ഷേമത്തിന് മുൻഗണന കൊടുക്കുന്ന ആളും ജനങ്ങളോട് ഏറ്റവും കരുണയോടെ പെരുമാറുന്ന വ്യക്തിയുമായിരിക്കണം. ആ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായം രണ്ടുപേർക്കുടെ വിഷയത്തിലാണ്. ഒന്നുകിൽ അബൂ ഉബൈദ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ്. ഒന്നുകിൽ അബൂബക്കർ സിദ്ദീഖിന് എന്ത് ചെയ്യണം, പ്രവാചകന്റെ പകരക്കാരനായി നമുക്ക് എന്ത് ചെയ്യണം, എല്ലാവരും അംഗീകരിക്കണം. ഇല്ലെങ്കിൽ അബൂ ഉബൈദയെ അംഗീകരിക്കണം. ഈ രണ്ടുപേരെക്കാൾ മികച്ചവരായി മറ്റാരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ ഒരു ചർച്ചയോടുകൂടി അഭിപ്രായത്തോടു കൂടി എല്ലാവരുടെയും കണ്ണുകൾ രണ്ടു പേരിലേക്ക് ചുരുങ്ങി. വലിയ വംശീയമായ ചർച്ചകൾ പോലും നടന്നു, ഗോത്രപരമായ ചർച്ചകൾ നടന്നു, ദേശപരമായ ചർച്ചകൾ നടന്നു. അതെല്ലാം അവിടെ അവസാനിച്ചു. ആ അവസാനം എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ തയ്യാറായി. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതാണ് ജനാധിപത്യ സ്വഭാവം എന്നുള്ളത്. ഇവിടെ ഒരു റസൂലിന്റെ സംസ്കാരം പോലും നടത്താതെ പ്രവാചകന്റെ 4 ദിവസത്തോളം പ്രവാചകന്റെ മയ്യിത്തും വെച്ചുകൊണ്ട് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ അടിയുണ്ടാക്കി എന്ന് ചിന്തിക്കാൻ പാടില്ല. അതല്ല, അതായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പണ്ഡിതന്റെ അഭിപ്രായം നോക്കൂ, 60 വർഷം 60 വർഷം നീ ഫീന്റെ സുൽത്താനിൻ ജാഹിരിൻ അക്രമിയായ ഒരു ഭരണാധിപന്റെ അധികാരത്തിന്റെ കീഴിൽ 60 വർഷം നിങ്ങൾ ജീവിക്കുന്നതാണ് ഒരു രാത്രിയും പകലും അധികാരികളില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന്. ഒരു രാത്രിയും പകലും നായകനില്ലാതെ, നേതൃത്വമില്ലാതെ, അധികാരിയില്ലാതെ നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് 60 വർഷം അക്രമിയായ ഒരു നേതാവിന്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളത്. നേതൃത്വമില്ലാതെ, അധികാരികളില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ അപകടകരമായ സാഹചര്യമില്ല. ഇവിടെ തന്നെ നോക്കൂ, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ജനക്ഷേമങ്ങൾക്കോ സുരക്ഷയ്ക്കോ മുൻഗണന കൊടുക്കുന്നില്ല. പലപ്പോഴും അത് ഒറ്റപ്പെട്ട ഇവിടെ ഭൂരിപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ആയിക്കോട്ടെ, അക്രമങ്ങൾ അഴിച്ചുവിടുന്നു, അതിനെ ഒത്താശ ചെയ്യുന്നു. പലതരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടെങ്കിൽ പോലും, ഇങ്ങനെ ഒരു അക്രമ ഭരണകൂടമെങ്കിൽ പോലും ഇവിടെ ഇല്ല എങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? കാടിനേക്കാൾ മോശമാകുന്ന ജനങ്ങളുടെ സംഘർഷങ്ങൾക്ക് കാതലായ ഒരു കാരണമായി തീരുന്നത് ഈ അധികാരമില്ലായ്മയായിരിക്കും. ഇവിടെ എന്നും രക്തച്ചൊരിച്ചിലുകളും കലാപങ്ങളും അങ്ങനെ കൂട്ടബലാത്സംഗങ്ങളും ഇതിലേറെ ശക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. ജനങ്ങൾ മൃഗങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കും. അതുകൊണ്ട് നേതൃത്വം എന്നുള്ളത് അനിവാര്യതയാണ്. അത് പ്രവാചകൻ പറഞ്ഞുപോയ അധ്യാപനമാണ്. അതുകൊണ്ട് റസൂലിന്റെ ജനാസയ്ക്ക് മുമ്പ് ഇതിലൊരു ക്ലാരിറ്റി വേണം. സമാധാനപരമായ ഒരു തീരുമാനത്തിലൂടെ ഒരു നായകൻ വേണമെന്ന് ആവശ്യമായി. അതൊരാവശ്യമാണ്. അതിനെന്താ തീരുമാനമെടുത്തത്? അതിന് ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെ വന്നു? ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ഏകീകരിച്ച് അവസാനം അബൂബക്കറിലേക്ക് എന്ത് ചെയ്യും, അബൂബൈദയിലേക്കും എത്തി നിൽക്കുന്ന അവസാനം അബൂബക്കറിനെ ബൈഅത്ത് ചെയ്യാൻ ജനങ്ങൾ പൊതുവിൽ തീരുമാനിക്കുന്നു. ഇതാണ് ജനാധിപത്യം. ഇതാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, ജനങ്ങളിലൂടെയുള്ള ഒരു ഭരണകൂട സംവിധാനം, അതിന്റെ പേരാണ് ജനാധിപത്യം. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. അത് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ യോഗ്യത എന്താണ് യോഗ്യത? അത് പ്രവാചകനിൽ കണ്ട അതേ യോഗ്യതയാണ് ഉമർ ഈ രണ്ടുപേരിലും കണ്ടത്. മറ്റു പല വിഷയങ്ങളിലും ഇവരെക്കാൾ മികച്ചവരുണ്ട്. ആയുധകലയിൽ ഇവരെക്കാൾ മികച്ചവരുണ്ടായിരുന്നു. സൈനിക തന്ത്രങ്ങളിൽ ഇവരെക്കാൾ മികച്ചവരുണ്ടായിരുന്നു. ഖാലിദ് ഇബ്നു വലീദിനെ പോലെയുള്ള സൈനിക തന്ത്രജ്ഞനാരാ ഉള്ളത്? പടവാള് കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത, ഉഹുദിൽ വിശ്വാസികളെ പോലും വിട്ടുവീഴ്ത്തിയ, വലിയ വിജയങ്ങൾ നയിച്ചിട്ടുള്ള, അജയ്യനായി യുദ്ധരംഗത്ത് അവസാനം വരെ നിന്ന് ചരിത്രമുള്ള ഖാലിദ് ഇബ്നു വലീദ്. പക്ഷെ ആ ഖാലിദ് ഇബ്നു വലീദിന് ഇല്ലാത്ത വേറെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു നേതൃത്വത്തിന് വേണ്ട കുറെ ക്വാളിറ്റികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ റസൂലിന്റെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫദ്ദൻ ഗലിയൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. പ്രവാചകരെ, അങ്ങയുടെ ഏറ്റവും മനോഹരമായ, അങ്ങേക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്നറിയുമോ? അങ്ങയുടെ ഈ സ്വഭാവശൈലിയാണ്. ഈ സ്വഭാവശൈലിയാണ്, ഈ മയമാണ്, ഈ കാരുണ്യമാണ്. പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഖുർആൻ എടുത്തു കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് പ്രവാചകരെ അങ്ങയുടെ ഈ വ്യക്തിത്വത്തിന്റെ രൂപീകരണം. എത്ര മയത്തിലാണ് അങ്ങ് പെരുമാറുന്നത് ജനങ്ങളോട്, എത്ര സ്നേഹത്തോടെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങയുടെ ഈ സ്നേഹവും കാരുണ്യവുമാണ് ജനങ്ങൾ താങ്കളിലേക്ക് അടുക്കാനുള്ള കാരണം. ഹൃദയങ്ങൾ കടുത്തുപോയൊരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു ഈ പ്രവാചകനെങ്കിൽ ജനങ്ങൾ താങ്കളുടെ മുമ്പിൽ വരാൻ പോലും ഇഷ്ടപ്പെടില്ലായിരുന്നു. താങ്കളെ കാണുമ്പോൾ അവർ മാറി നടക്കുമായിരുന്നു. താങ്കൾ എത്ര വലിയ നായകനാണെങ്കിലും, നുബുവത്ത് താങ്കൾക്കുണ്ടെങ്കിലും, താങ്കളെ തേടി മലക്കുകൾ വഹയുമായി ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും താങ്കൾ ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കളിലേക്ക് ആകർഷിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ ജനങ്ങൾ താങ്കളിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചത് താങ്കളുടെ ഈ സ്വഭാവമാണ്. ജനങ്ങളോടുള്ള താങ്കളുടെ താല്പര്യം, ജനങ്ങളോട് കാരുണ്യം, ജനങ്ങളോട് താങ്കളുടെ മയം പെരുമാറ്റത്തിലെ, അതുകൊണ്ടാണ് ജനങ്ങൾ ചേർന്ന് നിന്നതെന്ന്. അതുകൊണ്ട്
ജനാധിപത്യത്തിന്റെ മര്യാദകൾ വിശുദ്ധ ഖുർആൻ പ്രവാചകരോട് പറയാണ്. അതുകൊണ്ട് പ്രവാചകരെ, താങ്കളോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ആ ജനങ്ങളോട് അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. അവരോട് കാര്യങ്ങൾ വരുമ്പോൾ താങ്കൾ ചർച്ച ചെയ്യണം. ജനകീയമായ പ്രശ്നങ്ങൾ ഏകപക്ഷീയമായി ഏകാധിപത്യ ശൈലിയിൽ തീരുമാനിക്കപ്പെടേണ്ട വിഷയങ്ങളല്ല. വശാവിറുഹും ഫിൽ അംർ, ജനങ്ങളോട് ആലോചിക്കണം. ജനകീയ പ്രശ്നങ്ങളാണ്, ജനങ്ങളോട് ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഫഇദാ അസമത ഫതവക്കൽ അലല്ലാഹ്. ഇനി ആ ചർച്ചകൾക്ക് ശേഷം ജനങ്ങളുമായി ആലോചിച്ചു, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനം, ഒരു നിയമം നിങ്ങൾ പാസ്സാക്കുമ്പോൾ അങ്ങനെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കണം, പിന്നെ റബ്ബ് നോക്കിക്കോളും. ജനാധിപത്യ മര്യാദ എന്തെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇവിടെ നോക്ക്, ജനാധിപത്യ മര്യാദയോടൊപ്പം പ്രവാചകന്റെ ക്വാളിറ്റി, ഒരു ജനനായകന് വേണ്ട യോഗ്യത എന്തെന്ന് വിശുദ്ധ ഖുർആൻ മനോഹരമായി കാണിക്കുന്നില്ല. ഇവിടെ ജനങ്ങളുടെ കരുണയുള്ളവൻ, സ്നേഹമുള്ളവൻ, മയത്തിൽ പെരുമാറുന്നവൻ, ആ യോഗ്യതയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ കണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബൈദയ്ക്കും അതേ ഗുണമാണ് ഉണ്ടായിരുന്നത്. അതേ ഗുണമുള്ള ആളാണ് അബൂബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലെങ്കിൽ അബൂബൈദയെ പരിഗണിക്കണം ഈ വിഷയത്തിൽ പ്രവാചകന്റെ പകരക്കാരനായെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് സംവിധാനം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനക്ഷേമത്തിനും ജനങ്ങളുള്ള കാരുണ്യത്തിന്റെ വിഷയത്തിലും വാത്സല്യത്തിന്റെ വിഷയത്തിലും ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന വ്യക്തികളായിരിക്കുമ്പോഴാണ് ക്ഷേമമുള്ള ഒരു സമൂഹം രൂപപ്പെടുക. അതാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായത്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്, ഈ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെ ചൂസ് ചെയ്യണം, ആർക്ക് വേണ്ടിയാണ് വോട്ടിടേണ്ടത് എന്നൊരു ചർച്ചയുണ്ട്. നമുക്കിടയിൽ വലിയ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്, ജനാധിപത്യ സംവിധാനമുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ കണക്കാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ലോകത്ത് അതാണ് കണക്ക്. പക്ഷെ ജനാധിപത്യം എന്താണ് എന്ന് ആദ്യം ജനങ്ങളൊന്ന് മനസ്സിലാക്കുക. വോട്ടവകാശമുള്ളവരാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും. ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നത് വസ്തുതയായിരിക്കുമ്പോഴും ഈ ജനാധിപത്യമാണോ ഈ ലോകം കണ്ട ജനാധിപത്യം? ഇതാണോ മനുഷ്യർ ആഗ്രഹിക്കുന്ന ജനാധിപത്യം എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇവിടെ എവിടെയാണ് ജനാധിപത്യം നടക്കുന്നത്? ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകുന്നിടത്താണ് ജനാധിപത്യം പറയാൻ കഴിയുക. ഇവിടെ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ ഡിക്ലറേഷൻ ചെയ്ത് വോട്ട് ചെയ്ത് ഒരു മനുഷ്യൻ മടങ്ങുന്നത് വരെ അവന്റെ കയ്യിൽ ചൂണ്ടുവരലിൽ മഷി പുരളുന്ന നിമിഷം വരെയുള്ള കേവലം ചില ദിവസങ്ങളുടെ അധികാരത്തിന്റെ പേരല്ല ജനാധിപത്യം എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ അതാ സിസ്റ്റം. വോട്ട് ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളായി വരലായി, അവർ വന്ന് ചിരിക്കലായി, വോട്ട് ചോദിക്കലായി. അവിടെ ജനങ്ങൾക്കൊരു വിലയുണ്ട്. നമ്മുടെ കോർട്ടിലാണ് പന്ത്. വോട്ട് കഴിഞ്ഞ് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യമില്ല ഈ രാജ്യത്ത് നടക്കുന്നത്. എന്നാൽ ആഗോളതലത്തിൽ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് സ്വേച്ഛാധിപത്യവും പണാധിപത്യവുമാണ്. പിന്നെ അവർ ഭരിക്കും, അവർ തീരുമാനിക്കും, അവർ നിയമങ്ങൾ കൊണ്ടുവരും, അവർ നടപ്പിലാക്കും. അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ എവിടെയാണ് ജനക്ഷേമമുള്ളത്? ഇത് ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ജനഹിതം പരിഗണിക്കപ്പെടുന്നുണ്ടോ? ആരും പരിശോധിക്കാറില്ല. ഇപ്പൊ ഈ ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം ഉണ്ടായപ്പോ എത്രയാണ് നിയമങ്ങൾ പാസ്സാക്കിയത്? ആർക്ക് വേണ്ടി, ആരോട് ആലോചിച്ചിട്ട്? ഈ ജനങ്ങളുടെ മേൽ നിയമങ്ങൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കലാണോ ജനാധിപത്യം? ജനഹിതമല്ലേ പരിഗണിക്കപ്പെടേണ്ടത്? ജനതാല്പര്യങ്ങൾ, ജനജീവിതത്തിന്റെ ക്ഷേമവും സുരക്ഷയും സമാധാനത്തിനും മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഓരോ നിയമങ്ങളും ജനാധിപത്യ സംവിധാനം രാജ്യത്ത് പാസ്സാക്കപ്പെടേണ്ടത്. ഇതങ്ങനെ ഏകപക്ഷീയമായിട്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് ഇവിടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വിഷയത്തിലും. ഇവിടെ ഈ തൊട്ടടുത്ത 2 ദിവസങ്ങൾക്ക് മുമ്പ് അപ്പൊ നമ്മുടെ സമീപത്തുള്ള ഒരു ഹോട്ടലുകൾ അടഞ്ഞു കിടക്കാണ്, കടകൾ അടഞ്ഞു കിടക്കുന്നു. യുദ്ധം വന്നത് മുതൽ ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. 2 ദിവസം വൈകിപ്പോയി. 2 ദിവസം വൈകിപ്പോയി. അവസാന ദിവസവും കഴിഞ്ഞ് 2 ദിവസവും വൈകി കഴിഞ്ഞപ്പോൾ പിന്നെ KSB എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഫീസ് ഊരിക്കൊണ്ട് പോകണം. അത് ഊരിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞത്, ഈ കട നിങ്ങൾ കാണുന്നില്ല, ഈ അടഞ്ഞു കിടക്കാണ്, ഈ കട അടഞ്ഞു കിടക്കുന്നു. അടഞ്ഞു കിടക്കുന്ന കടയിൽ വരുമാനമില്ല. യുദ്ധം മുതലുണ്ടായ പ്രശ്നങ്ങൾ, ഗ്യാസിന്റെ ദൗർലഭ്യം കാരണം കടകൾ അടച്ചുപൂട്ടിയിട്ട് ദിവസങ്ങളായി വരുമാന മാർഗങ്ങളെല്ലാം പാടെ അടഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം മനസ്സിലാക്കുക. അതുകൊണ്ട് അല്പ സാവകാശം വേണം, ഇത് ഊരിക്കൊണ്ട് പോകാൻ പാടില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഉദ്യോഗസ്ഥന്റെ മറുപടി എന്താണ്? നിങ്ങളുടെ അവസ്ഥയും സാഹചര്യവും അറിയാനല്ല ഞാനിവിടെ വന്നത്, എനിക്കിന്റെ ആവശ്യമില്ല. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, സമ്മർദ്ദമാണ്, ഊരിക്കൊണ്ട് ചെല്ലാനാണ് ഉത്തരവെന്ന്. മുകളിൽ നിന്ന് ഉത്തരവെന്ന്. ആരായി മുകളിലിരിക്കുന്നത്? മുകളിൽ ഒന്ന് ഡിവിഷൻ മാനേജർ, അതിന് മുകളിലേക്ക് പോകും. ഓരോ ഉദ്യോഗസ്ഥന്മാർ പോയി അവസാനം എത്തി നിൽക്കുന്നത് വൈദ്യുതി മന്ത്രിയിലേക്ക് എത്തി നിൽക്കും, ഈ മിനിസ്ട്രിയിലേക്ക് എത്തി നിൽക്കും. നമ്മൾ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ജനപ്രതിനിധികൾ ഇവരെ മുകളിലിരിക്കുന്നത്. ജനങ്ങൾ പട്ടിണി കിടക്കുന്നോ എന്നത് അവർക്ക് അറിയണ്ട. ഇനി താഴെ തട്ട് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ എവിടെയാണ് ജനാധിപത്യം ഉള്ളതെന്ന്
ഓരോ വിഷയത്തിലും. ഇവിടെ ഈ ചുള്ളിമാനൂർ KSB എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ ശൈലിയാണത്. ഇനി അവനങ്ങാണ് തിരിച്ചു പോയിട്ട് മനസാക്ഷിയോടുകൂടി ഒരു കുടുംബം പോലും പട്ടിണിയായി ഒരു മാസത്തോളം പിന്നിടുന്നു, അവരെ നിത്യത്തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, വരുമാനമില്ലാതെ കുടുംബം പോലും പ്രതിസന്ധി നിൽക്കുമ്പോൾ ആ കടയും വീടും ഇരുട്ടിലാക്കാതെ ആ ഫീസ് അവിടെ വെച്ചിട്ട് പോകാമെന്ന് കണക്കാക്കി ഉദ്യോഗസ്ഥൻ മടങ്ങിച്ചെന്ന് എങ്ങനെയാ ചെയ്യുന്നത്? ക്രൂരമായി പോകില്ലേ എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുള്ളവൻ ഈ പണിക്ക് വരരുതെന്ന് അവനോട് ഭീഷണി ഉണ്ടാകും. അവന് നിസ്സംഗതയാണ്. മനസാക്ഷിയുള്ളവൻ ഈ പണിക്ക് വരല്ലെന്ന്. പിന്നെ ഗുണ്ടകൾ, മൃഗങ്ങളോ ആവശ്യം ഇവിടെ? ജനങ്ങളെ അടിച്ചമർത്താനുള്ള ജനങ്ങളുടെ സ്ഥിതി അറിയണ്ടേ? ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയല്ലേ ഓരോ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്? ഇവിടെ കൊറോണ വരട്ടെ, കോവിഡ് വരട്ടെ, ലോക്ക്ഡൌൺ വരട്ടെ, അല്ലെങ്കിൽ യുദ്ധം വരട്ടെ, ഗ്യാസ് കിട്ടാതിരിക്കട്ടെ, കട അടഞ്ഞു കിടക്കട്ടെ, ജോലികൾ നഷ്ടപ്പെടട്ടെ, ആർക്കും അറിയണ്ട. നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ജനങ്ങൾ വഴിയാധാരമായി വരുമാനമില്ലാതെ വീടകങ്ങൾ അടിച്ചുപൂട്ടിയപ്പോ ശ്വാസം വിടാൻ വേണ്ടി തലപുറത്തിട്ടവനോട് പോലും പെറ്റി ചോദിച്ച സംസ്കാരം ഈ രാജ്യത്തുണ്ടായില്ലേ? അത് ഏതവസ്ഥ നമ്മൾ ആലോചിച്ചു നോക്കണ്ടേ? ഇത് ഞാൻ ഏതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്താൻ പറയണല്ല. ഇവിടെ ഒരു പാർട്ടിയും പരിശുദ്ധരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. ഇവിടെ BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും അധികാരം പങ്കിടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് പലപ്പോഴും വിരളമായി കാണാറുള്ളൂ. ഇവരൊക്കെ ഒരു കോക്കസ് ആണെന്ന് ഞാൻ കണക്കാക്കുന്നത്. ഇതിൽ ആരോടും പ്രത്യേകിച്ച് വിരോധവും ഇല്ല, അടുപ്പവും ഇല്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇപ്പോൾ ഇവര് വന്ന് ഒരു മാറി അവരായാൽ ഇവിടെ രാജ്യം നന്നാകും എന്ന പ്രതീക്ഷയുമില്ല. തമ്മിൽ ഭേദം തൊമ്മൻ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന പോലെ ചില ആൾക്കാരുടെ അല്പം നയമുള്ള ആൾക്കാരെ മുൻഗണന കൊടുക്കുക, അതേ നമ്മുടെ മുമ്പ് മാർഗമുള്ളൂ. വേറെ മാർഗങ്ങളില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നടന്ന കാര്യം ഇനി ആര് ഭരിച്ചാലും അങ്ങനെയൊക്കെ നടക്കൂ. വരുമാനമില്ലാതെ വീട്ടിനകത്ത് കിടക്കുന്ന മനുഷ്യന് പെനാൽറ്റി അടിച്ച് പെറ്റി അടിച്ചു കൊടുക്കാൻ മാത്രം അവന് വരുമാനമേ ഇല്ല. അവന്റെ വരുമാന മാർഗങ്ങൾ അടച്ചു. ലോക്ക്ഡൌൺ ആണ്. ആ സമയത്ത് ഒരു മനുഷ്യനോട് പണിഷ്മെന്റ് ശകാരമാകാം, വഴക്കാകാം, ഉപദേശമാകാം, കൗൺസിലിംഗ് ആകാം. ഇതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതൊന്നുമല്ല. അവനെ പിന്നെയും പെറ്റിയിട്ട് വെക്കാണ്. അപ്പൊ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ നിസ്സഹനാണെന്ന് പറയുമ്പോൾ ഇപ്പൊ അടയ്ക്കണ്ട, വരും കോടതിയിൽ നിന്ന് പേപ്പർ അവിടെ കൊണ്ട് അടച്ചായെന്ന്. ആരോടാ ഈ പറയുന്നത്? ആർക്ക് വേണ്ടി ഈ നിയമം? ആർക്ക് വേണ്ടി പിടിച്ചടച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നു ഈ സംവിധാനം? ഓരോന്നും ഉദാഹരണം മാത്രം പറയാണ്. ഏത് വിഷയത്തിലും ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ജനക്ഷേമവുമായി യാതെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ഹയർ സെക്കൻഡറി ലെവലിൽ ഇപ്പൊ അടുത്ത അഡ്മിഷൻ തുടങ്ങാണ്. +1 +2 സീറ്റുകൾ കുട്ടികൾക്ക് കിട്ടില്ല. അവർക്ക് 5 കിലോമീറ്റർ ചുറ്റളവിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവിടെ കിട്ടില്ല. ഏതെങ്കിലും മൂലയിൽ കിട്ടും. 10-15 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും കിട്ടുക. നട്ടുച്ചവയിലും അവർക്ക് പരീക്ഷ വെക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പറഞ്ഞു വിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ എത്തിക്കാൻ കഴിയാത്ത ഗൃഹനാഥൻ തന്റെ 2 മക്കളെ ഒരു സ്കൂട്ടർ ഇരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സാറെ ഗതികേട് കൊണ്ടാണ്, വേറെ മാർഗ്ഗമില്ല, ഈ കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിക്കണമെന്ന്. ആയിക്കോട്ടെ, നിങ്ങൾ എത്തിച്ചോളൂ, നമുക്ക് ബുദ്ധിമുട്ടില്ല. ആ പെനാൽറ്റി അടച്ചിട്ട് പോവാൻ ട്രിപ്പിൾസ് അടിച്ചതിന്റെ പേരിൽ ഗതികേട് പറഞ്ഞൊരു മനുഷ്യന്റെ മുമ്പിൽ നിയമം എന്നുള്ളത് നീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ ഒരു ആൾക്കാർ അടച്ച് പിഴിയാനുള്ളതല്ല. നിയമം എപ്പോഴും നീതിക്ക് വേണ്ടിയായിരിക്കണം. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം നിയമം നടപ്പിലാക്കാൻ. അത്രയെങ്കിലും ബോധം ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടതില്ലേ? അതുപോലും നടപ്പിലാകുന്നില്ല. ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ജനങ്ങളുടെ മേലെ. ഇതിന്റെ പേര് ജനാധിപത്യം. ജനാധിപത്യം അതല്ല. ഒരു ഇലക്ഷൻ ഡിക്ലറേഷൻ ചെയ്ത് വോട്ടിടുന്ന ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം വരെയുള്ള കാര്യത്തിന്റെ പേരല്ല ജനാധിപത്യം. മറിച്ച് 5 വർഷം 2 ഇലക്ഷനിടയിൽ 5 വർഷക്കാലം ജനഹിതം പരിഗണിച്ചുകൊണ്ട് ജനതാൽപര്യങ്ങൾ മുൻഗണന കൊടുത്തുകൊണ്ട് ജനസുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു ഭരണകൂടം പ്രവർത്തിക്കുന്നതിന് പേരാണ് ജനാധിപത്യം എന്നുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്നിടത്ത് ജനങ്ങൾക്ക് മേൽക്കോയ്മ. ഇവിടെ അങ്ങനെയാണോ? ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭരണത്തിൽ വരുമ്പോൾ ഒരു ഭരണകൂടം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സുകൾ ജനങ്ങൾക്ക് ഓരോന്നായി വെളിച്ചമില്ലാത്ത ഗ്രാമങ്ങൾ വെളിച്ചമാക്കി, വഴിയോരങ്ങൾ മനോഹരമായ സ്ട്രീറ്റ് എലഗന്റ് അലങ്കരിച്ചു. അവർക്ക് സഞ്ചാരയോഗ്യമായ പാതകളില്ലായിരുന്നു, മനോഹരമായ പാതകൾ ഒരുക്കി, നല്ല പാതകൾ ഒരുക്കി. ജലസേചനം കുറവായിരുന്നു, മനോഹരമായ നിലയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സഹകരണങ്ങൾ ഉണ്ടായി. എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിച്ചു. അങ്ങനെ വെള്ളവും അത് കണക്കിന് സഞ്ചാര സ്വാതന്ത്ര്യവും വഴി വെളിച്ചങ്ങളും വിളക്കുകളും അങ്ങനെയെല്ലാം. കറണ്ട് ഇല്ലാത്തവന്റെ വീട്ടിലും കറണ്ട് എത്തിച്ചു. അങ്ങനെ ഓരോന്നായി എത്തിച്ചിട്ട് ഇതെല്ലാം നോക്കിക്കാണുന്നൊരു നേതാവിനുണ്ടാകുന്ന സായുജ്യമുണ്ട്. മാറുന്നു നോക്കണം. എന്നെ ജനങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ഞാൻ അധികാരത്തിലേറി. ഇന്ന് എൻ്റെ ജനങ്ങൾക്ക് വഴിയുണ്ട്. അവർക്ക് മനോഹരമായി വാഹനം ഓടിച്ചോടാൻ, അവർ കാറുകൾ കൊണ്ടിറങ്ങാൻ, അവർ ബൈക്കുകൾ കൊണ്ടിറങ്ങാൻ മനോഹരമായ ടാറിട്ട റോഡുകൾ സംവിധാനിക്കപ്പെട്ടു. മാറുന്നെന്ന് നോക്കി വീക്ഷിക്കട്ടെ. ജനങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് ഇതങ്ങനെയാണോ? നേതാക്കന്മാർക്ക് വേണ്ടി ജനങ്ങളെ ബന്ധിക്കുന്നു. മെയിൻ റോഡുകളിലേക്ക് നേതാക്കന്മാർ ഇറങ്ങി വരുമ്പോൾ ജനങ്ങളെല്ലാം തടഞ്ഞു വെച്ചിട്ട് മണിക്കൂറുകൾ, ചിലപ്പോൾ ചില മിനിറ്റുകൾ ജനങ്ങളെ ബന്ധവസ്ഥാക്കി തടഞ്ഞു വെച്ചിട്ട് നേതാക്കന്മാർ സുഖമായി കടന്നു പോകുന്നതിന്റെ പേരോ ജനാധിപത്യം? ഇവിടെ ചുരുക്കം ചില ആൾക്കാർക്ക് സുഖിക്കുന്നതിന്റെ പേര്
അവർ അതിന് അധികാരത്തിൽ അതിൻ്റെ അപകർഷണങ്ങൾക്ക് വേണ്ടി അവർ വടംവലി ഉണ്ടാക്കി, അടി ഉണ്ടാക്കി, ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവസാനം ജനങ്ങളെ വോട്ട് നേടി അധികാരത്തിൽ കയറിയിട്ട് ചുരുക്കം ചില വ്യക്തികൾ സുഖിക്കുന്നതിന്റെ പേരോ ജനാധിപത്യം? അതല്ലല്ലോ. ജനങ്ങൾക്ക് മേൽ അവർക്ക് ആധിപത്യം ഉണ്ടാകാൻ പാടില്ല. ഒരു സമയത്തും അവർ കാട്ടാള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള സംവിധാനമല്ലത്. ഇത് ജനങ്ങൾ ആദ്യം ജനങ്ങൾക്ക് ആദ്യം ഈ വിഷയത്തിൽ ബോധം വേണം. എന്നൊരു വാചകമുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭരണകൂടങ്ങളെന്ന്, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭരണകൂടങ്ങളും എന്നാണ് ഒരു പ്രയോഗമുണ്ട് അറബിയിൽ. അത് വലിയ ഗൗരവമുള്ള പ്രയോഗമാണ്. യഥാ പ്രജ തഥാ രാജ എന്ന് തിരിച്ചു വായിക്കണം. യഥാ പ്രജ തഥാ രാജ, യഥാ രാജ തഥാ പ്രജ എന്ന് സംസ്കൃത ചൊല്ലുണ്ട്. തിരിച്ച ഇതിന്റെ പ്രയോഗം എങ്ങനെയാണോ ജനങ്ങൾ അവന്റെ നേതാവിനും ആ ശൈലി ഉണ്ടാവുള്ളൂ. നമ്മുടെ ശൈലി ഇതാണ്. ഇവിടെ എന്ത് നടന്നാലും നമ്മുടെ മൗനമാണ്, നമുക്ക് എതിർപ്പില്ല. നോക്കൂ, നമ്മുടെ മാന്യതയുടെ അങ്ങേയറ്റം നോക്കണം. നമുക്ക് ഈ ഒരു അവസ്ഥയുണ്ടാക്കി എത്ര വലിയ ക്ലേശം, ജീവിക്കാൻ നിവൃത്തിയില്ല. വലിയ സാമ്പത്തികമായ അടിയന്തരാവസ്ഥയിലൂടെ രാജ്യം കടന്നു പോകുന്നു. അതിന് കാരണക്കാർ ഇവിടെ ഉണ്ടായ ഭരണപരിഷ്കാരങ്ങളാണ്, പല ഭരണകൂടങ്ങളുടെയും വൈകല്യങ്ങളാണ്, പരാജയങ്ങളാണ്. ഇവിടെ സ്വകാര്യവൽക്കരണങ്ങളും അത് കണക്കിന് കുത്തകകളുടെ കടന്നുകയറ്റങ്ങളും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങളെ തകർത്തു കളഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന മാർഗങ്ങളെ തകർത്തു കളഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ക്ഷേമമല്ല, കഠിനമായ ക്ഷാമമാണുള്ളത്. ഈ ക്ഷാമത്തിലും കഷ്ടതയിലും അടുപ്പ് പോലും പോയാതെ, ഗ്യാസ് കിട്ടാതെ കുടുംബം അകത്ത് പട്ടിണി കിടക്കുമ്പോഴും പുറത്തു വാതിലിൽ മുട്ടിയിട്ട് എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയോട് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നമ്മൾ ചെയ്യുമെന്ന് മറുപടി പറയുന്ന മാന്യതയുണ്ടല്ലോ, ഈ ജനങ്ങൾ പുലർത്തുന്ന മാന്യത, ആ പാർട്ടിക്കാരന് വോട്ടിടാൻ ഇയാൾക്ക് ഉദ്ദേശം ഉണ്ടാവില്ല. ഒരു പാർട്ടിക്കാരനെ ഇന്നേ വരെ ജനം വെറുപ്പിക്കാറില്ല. മിക്കവാറും ആൾക്കാർ വന്ന് ഫ്രണ്ടിൽ കയറുമ്പോൾ നിങ്ങൾക്ക് തന്നെ കേട്ടുവന്ന്, നിങ്ങൾക്ക് നമ്മൾ വോട്ടിടുമെന്ന് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മടക്കിവിടും. ഈ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയ, ഈ ഭരിക്കുന്നവന്മാരുണ്ടാക്കിയ പ്രശ്നം കാരണം വീടിനകത്ത് സമാധാനം ഇല്ല, ആവശ്യത്തിന് കാര്യങ്ങൾ തികയുന്നില്ല, മക്കൾക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, മൊബൈൽ വന്നെടുക്കുന്ന മെസ്സേജുകൾ, പെനാൽറ്റിയുടെ മെസ്സേജുകൾ കണ്ടമാനം ബാക്കി കിടക്കുന്നുണ്ട്. ഈ അവസ്ഥയിലും വോട്ട് ചോദിച്ച് വരുന്നവനോട് എന്തിനു വോട്ട് ചെയ്യണം ഞങ്ങൾ എന്നൊരു ചോദ്യം പോലും ചോദിക്കാതെ നിങ്ങൾക്ക് തന്നെ നമ്മൾ ഇടും, പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോവാൻ എന്ന് പറയുന്ന ജനങ്ങളുടെ ഈ മാന്യതയുണ്ടല്ലോ, അതെങ്കിലും മനുഷ്യർ പരിഗണിക്കേണ്ട അധികാരികൾ ഇല്ലേ? ഒരു കുറേ ദിവസം നാടകം പോലെ എന്ത് ചെയ്യുക, അടുക്കളയിൽ കയറി വരുന്നു, പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു, വാതിൽ വന്ന് കൈ നീട്ടുന്നു, എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാണ്. എല്ലാത്തിനും ഒടുവിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ 5 വർഷം സുഖമായി AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും സഞ്ചരിക്കുക. ഇതാണ് നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ജനങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും ആലോചിക്കണ്ടേ? അതിന് പച്ച മണ്ണി ഇറങ്ങി നിൽക്കണ്ടേ? ജനങ്ങളുടെ പരാതികളും പരിഭവങ്ങളും മനസ്സിലാക്കണ്ടേ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഹിംസിൽ നിന്നൊരു കത്ത് വന്നു. ഹിംസ് എന്ന അദ്ദേഹത്തിന്റെ ഭരണപ്രവിശ്യയിൽപ്പെട്ട ആ നാട്ടിൽ നിന്നൊരു കത്ത് വന്നു. കത്ത് വായിക്കുമ്പോൾ അവിടുത്തെ ഗവർണറെ കുറിച്ച് 4 പരാതികളുണ്ട്. നിങ്ങൾ നിയോഗിച്ച നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ, നിങ്ങളുടെ ഗവർണർ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പൊതുജന താല്പര്യാർത്ഥം തയ്യാറാക്കിയ ലെറ്ററാണിത്. 4 പരാതികളുണ്ട് എന്ന്. ആ 4 പരാതികളും വായിച്ചു നോക്കിയപ്പോൾ ന്യായമായ പരാതികളാണ്. ജനങ്ങളുടെ ഭരണാധിപന് ഇത് പാടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു എന്ത് ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അദ്ദേഹം ഏത് കൊട്ടാരത്തിലേക്കും കടന്നു ചെല്ലാൻ തൻ്റെ ഇടിയായ ഒരു മനുഷ്യനാണ്. മുഹമ്മദ് ബിൻ മസ്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന സ്റ്റാഫാണ്. ഏത് കൊട്ടാരത്തിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെല്ലും, ആരെയും പേടിയില്ല, ആരെയും കൂസാത്ത ആളാണ്. മുസ്ലിം രാജാക്കൾപ്പെട്ട ഒരു ഗവർണർ, അദ്ദേഹം വലിയ കൊട്ടാരങ്ങൾ പണിതു എന്നറിഞ്ഞപ്പോൾ, വലിയ കൊട്ടാരം പണിതു എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ കൊട്ടാരത്തിന്റെ വാതിൽ കത്തിച്ചിട്ട് ഇത് പൊളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉമർ മസ്ലമ ചെന്നിട്ടു അത് ആ വാതിൽ കത്തിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വന്നു. വേറെ ഒന്നും ആലോചിക്കാനില്ല, ആരെയും മുമ്പിൽ കൂസുന്ന ഒരാളല്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുകയാണ്. മുഹമ്മദ് ബിൻ മസ്ലിം അവിടെ ചെന്ന് ഹിംസ ചെന്നിട്ട് ഗവർണറെ വിളിച്ചു. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പരാതിക്കാരായ ജനങ്ങളെയും വിളിച്ചു കൂട്ടി, ഇരു കക്ഷികളെയും ഇരുത്തിയിട്ട് ക്രോസ് വിസ്താരം നടത്തി. ഉമറിന്റെ പ്രതിനിധി വന്നിരിക്കുന്നു, ചില ചോദ്യങ്ങളുണ്ട്, ജനങ്ങളുടെ പരാതി നിങ്ങളുടെ വിഷയത്തിലുണ്ട് എന്ന്. എന്താ പ്രധാന പരാതികൾ? 4 പരാതികളുണ്ട്. ഒരു നേതാവും ചെയ്യാത്ത വിഷയമാണെന്ന്. ഒരു നേതാവിനെ നോക്കൂ, ഒരു രാഷ്ട്രത്തിന്റെ നേതാവിനെ പിടിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇരുത്തിയിട്ട് ആ ജനപ്രതിനിധിയെ ക്രോസ് വിസ്താരം ചെയ്യുന്നു ജനങ്ങളുടെ മുമ്പിൽ വെച്ച്. ഇതാ സംവിധാനം. എന്താ ചോദിക്കുക? 4 പരാതികൾ എന്തൊക്കെയാണ്? 1, നിങ്ങൾ വീട്ടിൽ നിന്ന് പകൽ പതിയാണ് ജനങ്ങളിലേക്ക് വരിക. നിങ്ങൾ പകൽ വളരെ വൈകിയാണ്, അതിരാവിലെ സുബഹി കഴിഞ്ഞ് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടേണ്ടതിന് പകരം അല്പം വൈകിയാണ് നിങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നതും ജനങ്ങൾക്ക് മുഖം കൊടുക്കുന്നതും. അതുവരെ നിങ്ങൾക്ക് എന്ത് പണി? എന്താ പണി? സുബഹി കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ആക്റ്റീവ് ആയിക്കൂടെ? ജനങ്ങളുടെ വിഷയമാണല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ സ്വകാര്യ പ്രശ്നമാണ്, അതിന് എൻ്റെതായ ന്യായമുള്ള സ്വകാര്യമായ ഒരു കാര്യമാണ്, ഞാൻ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന്.
ഒരു നേതാവിന് എന്ത് സ്വകാര്യത? ജനങ്ങൾ പറയുന്ന ഒരു പരാതിയുടെ വിഷയത്തിൽ നിങ്ങളുടെ സ്വകാര്യതയേക്കാൾ വിലയുണ്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ വിശദീകരിച്ചേ പറ്റൂ എന്ന് മുഹമ്മദ് ബിൻ മസ്ലമ അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഭാര്യ ഈ സമീപകാലത്തായി കിടപ്പ് രോഗിയാണ്. കിടപ്പ് രോഗി അവളെ കൊണ്ടൊന്നും സാധ്യമല്ല. വീടിൻ്റെ ഗൃഹവൃത്തി എന്നുള്ളതും രാവിലെ പാചകം ചെയ്യുന്ന പരിപാടിയുമൊക്കെ ഞാനാ ചെയ്യുന്നത്. ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി അവൾക്ക് കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിച്ചിട്ട് വേണം ഞാൻ പുറത്തിറങ്ങി ജനങ്ങളുടെ കാര്യം നോക്കാൻ. അത് ഞാൻ സ്വകാര്യമായി കൊണ്ടുവരുന്നതിന്റെ പ്രശ്നമാണ്. നമുക്ക് ഒരു നേതാവിന്റെ വീട്ടിൽ പണിക്ക് പോലും ആളില്ല. പണിക്ക് പോലും ഒരാളെ നിർത്താതെ സ്വന്തം വീട് വൃത്തിയാക്കി സ്വന്തം വീട്ടിലിരുന്ന് സ്വയം അടുക്കളയിൽ നിന്ന് അടുപ്പിലൂതി ആ താടിയിലൂടെയും മുഖത്തൂടെയും പുക ഇങ്ങ് പുറത്തു പോകുന്ന അവസ്ഥയിൽ പോലും ഹിംസിന്റെ ഗവർണർ അടുക്കളപ്പണി എടുത്ത് പാചകം ചെയ്ത് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾക്ക് അഭിമാനം തോന്നിപ്പോയി തങ്ങളുടെ നേതാവിന്റെ വിഷയത്തിൽ. പക്ഷെ പരാതി തീർന്നിട്ടില്ലല്ലോ. ഇത് മാത്രമല്ല പ്രശ്നം, ഇനിയും പരാതികൾ ബാക്കിയാണ്. അടുത്ത പ്രശ്നം എടുത്തിട്ടു, നിങ്ങൾ മാസത്തിൽ 2 ദിവസം ജനങ്ങൾക്ക് പിടികൊടുക്കാറില്ല എന്നറിയുന്നത്, ജനങ്ങൾ കാണാറില്ല. മാസം 2 ദിവസം ഇദ്ദേഹത്തിന് പുറത്ത് കാണില്ല. 2 ദിവസം വീടിന് പുറത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ നീ ഒളിച്ചു കിടക്കുന്നു? ഈ 2 ദിവസം നിങ്ങൾ എവിടെയായി പോകുന്നതെന്ന്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ പണിക്കാരില്ല, എനിക്ക് ഈ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവുമില്ല. പുറത്തെടുക്കാൻ പറ്റിയ ഉടുത്തുകൊണ്ട് പുറത്തെടുക്കാൻ പറ്റിയ വസ്ത്രം എനിക്ക് ഇതേ ഉള്ളൂ. അതുകൊണ്ട് മാസത്തിൽ 2 ദിവസം ഞാനിത് കഴുകി വിരിക്കും ഉണങ്ങാൻ വേണ്ടി. അന്ന് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രം എടുത്ത് വീട്ടിനകത്ത് തന്നെ ഇരിക്കും, പുറത്തിറങ്ങാറില്ല. ഇത് കഴുകി ഉണക്കി എടുത്തിട്ട് അടുത്ത ദിവസം പിന്നെയും ഞാൻ സജീവമാകും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി അങ്ങനെയാണ് ഒരു മാസം 2 ദിവസം എന്നെ പുറത്ത് കാണാത്തതെന്ന്. അതും ഒരു ലോകത്തെ ഒരു ഗവർണറിന്റെ അവസ്ഥയാണ്. ആലോചിക്കൂ, എത്ര രൂപയാണ് സക്കാത്തിന്റെ വക വരുന്നത്, എത്ര രൂപയാണ് നികുതി ഇനത്തിൽ വരുന്നത്, അതെല്ലാം ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നിവൃത്തികേട് പറയണം. ഇവിടെ എന്തെങ്കിലും അധികാരത്തിന് ചെറിയ ഒരു വാർഡ് മെമ്പർ തന്നെ ആയോട്ടെ, 6000-7000 രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത്. പക്ഷെ ഒരു വാർഡ് മെമ്പറിനുണ്ടാകുന്ന വികസനം കണ്ടാൽ ഒരു പഞ്ചായത്തിൽ പോലും ആ വികസനം ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ നേതാക്കന്മാർ വളരുന്നത്, അങ്ങനെ ഇവിടെ നേതാക്കന്മാർ ഇങ്ങനെ വികസിക്കണത്, ഇതാണ് അവസ്ഥ ഒന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കുക, ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. പരാതി നിങ്ങൾ രാത്രി കാലങ്ങളിൽ ജനങ്ങൾക്ക് മുഖം കൊടുക്കില്ല എന്ന് പൊതുവിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താ കാര്യം? രാത്രി ആരും രാജ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നെ സമീപിക്കരുത്, ഈ പകൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, രാത്രി എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? നേതാവ് അങ്ങനെ പറയാൻ പാടില്ല. ജനങ്ങൾ ഏത് നിമിഷവും കയറി വരാനുള്ള ഇടമാണ് ഭരണശിലാ കേന്ദ്രങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യവസ്ഥ വെക്കാനോ നിബന്ധന വെക്കാനോ അർഹതയില്ലാതെ ജനങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് ബിൻ മസ്ലമയ്ക്ക് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, ഞാൻ പകൽ ജനങ്ങൾക്ക് വേണ്ടിയും രാത്രി എൻ്റെ പടച്ചവന് വേണ്ടിയും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന്. രാത്രി എൻ്റെ റബ്ബിന് വേണ്ടി നമസ്കാരത്തിൽ കഴിയുമ്പോൾ എൻ്റെ നമസ്കാരങ്ങൾക്കും പടച്ചവനുമായുള്ള എൻ്റെ ആരാധനകൾക്കും ഒരു വിഘ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനങ്ങളോട് പകൽ നിങ്ങൾ എത്ര വേണമെങ്കിലും വന്നോളൂ, രാത്രി എന്നൊന്ന് വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. മാന്യമായ റിക്വസ്റ്റാണ്, മാനുഷികമായി പരിഗണിക്കണം, എൻ്റെ പരലോകത്തിൻ്റെ കാര്യമാണെന്ന്. ആ അധികാരത്തിൽ തുടരാൻ ആഗ്രഹിച്ച് വന്ന ആളല്ല. ഈ ന്യായങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തണമെന്നല്ല. ഈ മദീനയിൽ വെച്ച് ഉമർ ഇങ്ങോട്ട് വിടുമ്പോൾ, മദീനയിൽ വെച്ച് ഉമർ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഗവർണറായിട്ട് ഹിംസിൽ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, അരുത്, എനിക്കതിന് താല്പര്യമില്ല, എന്നെക്കൊണ്ട് നടക്കില്ല, ഞാൻ ഈ നാട് വിട്ടു പോകില്ല, ഉത്തരവാദിത്തങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഏൽപ്പിക്കരുത് എന്ന്. അപ്പോൾ മറുപടി ഉമർ പറഞ്ഞത് എങ്ങനെയാണ്? എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ എൻ്റെ മണ്ടയിൽ ഇട്ടിട്ട് നിങ്ങളെല്ലാം കൈ കഴുകി മാറി നിൽക്കാമെന്ന് കണക്കാക്കുന്നുണ്ടോ എന്ന്. നിങ്ങൾ നിങ്ങളുടെ പരലോകവും പടച്ചോലും നിസ്കാരവും നോമ്പുമായിട്ട് നടക്കാം, ഈ ഉമർ ഈ രാജ്യം മൊത്തം നോക്കട്ടെ എന്നോ? നടക്കില്ല. നിങ്ങളുടെ കൂടി സഹകരണമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമറിനും ആവശ്യമില്ല. ആ സമ്മർദ്ദത്തിൽ അദ്ദേഹം ഇവിടെ വന്നത്. അത് ന്യായം പറഞ്ഞ് നിൽക്കലല്ല, അദ്ദേഹത്തിന്റെ വശം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അവസാനം 4ാമത്തെ പരാതി, നിങ്ങൾ ഈ പബ്ലിക്കിന്റെ ഇടയിൽ പലപ്പോഴും ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബോധം കെട്ടി വീഴാറുണ്ട്. ഒരു രാഷ്ട്രത്തലവൻ ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടി വീഴുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാരമ്പര്യമായ അസുഖമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോധക്ഷയം എന്ന രോഗം നിങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ? ഇത് ഒരിക്കലും ഒരു നേതാവിനെ പറ്റിയ ഒരു അസുഖമല്ല. അങ്ങനെ ഒരു രോഗമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ നേതൃത്വത്തിന് യോഗ്യനുമല്ല എന്ന്. യോഗ്യതയും അയോഗ്യതയും നിങ്ങൾ പരിഗണിക്കേണ്ട വിഷയമാണ്. പക്ഷേ എൻ്റെ പ്രശ്നം ഇതാണ്, ഞാൻ എന്തുകൊണ്ട് ബോധം കെട്ടി വീഴുന്നു അറിയുമോ? മക്കയിൽ വെച്ച് മഹാനായ സഹാബി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ മുശ്രിക്കുകൾ പിടികൂടി അദ്ദേഹത്തെ പിടിച്ചു കെട്ടി അദ്ദേഹത്തിന്റെ പച്ചമാംസം ചീർപ്പുകൾ കൊണ്ട് വാർന്നെടുത്ത് ആ മനുഷ്യനെ ഈന്തപ്പനയിൽ കുരിശു പോലെ നിർത്തിയിട്ട് തറച്ച് ഇഞ്ചിഞ്ചായി ആണിയടിച്ച് കൊല്ലുന്നത് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്.
അദ്ദേഹത്തോട് അവസാനം അവർ പറഞ്ഞിട്ടുണ്ട്, ചോരയൊലിച്ച് നിൽക്കുന്ന, ചത പുറത്ത് തള്ളി നിൽക്കുന്ന മനുഷ്യനോട്, ഹുബൈബിനോട് ഈ സമൂഹം പറഞ്ഞു, നിങ്ങളെ ഈ സ്ഥാനത്ത് പിടഞ്ഞ് മരണത്തിനോട് മല്ലടിക്കുന്ന വ്യക്തി മുഹമ്മദാണെന്ന് സങ്കല്പിച്ചാൽ നിങ്ങളെ വിട്ടേക്കാമെന്ന് പറഞ്ഞപ്പോ, എന്റെ പ്രവാചകന്റെ ദേഹത്തൊരു മുള്ളു കൊണ്ടു എന്ന് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ ധീരമായ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അതിന്റെ കാഴ്ചക്കാരനാണ് ഞാൻ. മൂഖനായി ഞാൻ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാഴ്ചയുടെ മുമ്പിൽ നിന്നുപോയ ആ മനുഷ്യന്റെ പച്ച ചിറച്ചിയിൽ ഇവർ ആണി അടിച്ചിറക്കിയിട്ട് ക്രൂരമായി കൊല്ലുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ആ നിസ്സഹായതയുണ്ടല്ലോ, അതിന് ഞാൻ പടച്ചവന്റെ മുമ്പിൽ എന്ത് മറുപടി പറയുമെന്ന് ആലോചിക്കുമ്പോൾ എന്റെ ബോധം നഷ്ടപ്പെടാറുണ്ട് എന്ന്. അങ്ങനെ ആലോചിക്കും. അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, പക്ഷെ എന്നാലും ആ കിരാത കർമ്മത്തിന് അദ്ദേഹം കൂട്ടുനിൽക്കേണ്ടി വന്നു, കാഴ്ചക്കാരനാകേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ വെട്ടിയാടിക്കൊണ്ടേയിരുന്നു. അത് ആലോചിക്കുമ്പോഴെല്ലാം എൻ്റെ ബോധം പോകാറുണ്ട് എന്ന്. നോക്കിവിടെ ഒരു സംവിധാനം എങ്ങനെയാണ്, ഒരു ജനപ്രതിനിധിയെ എങ്ങനെ വിചാരണ ചെയ്യുന്നു, ആ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സമ്പൂർണ്ണമായ തൃപ്തി രേഖപ്പെടുത്തിയിട്ട് ആ ജനങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങുന്നു. മുഹമ്മദ് ബിൻ മസ്ലമ 400 ദിനാർ വരുന്നൊരു കീഴെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹവും പടിയിറങ്ങി മനോഹരമായ ഒരു ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് ഉമറിന്റെ അടുക്കലേക്ക് കൊണ്ടു കൊടുത്തു. ഈ 400 ദിർഹമിന്റെ ആവശ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതും വന്ന് മടങ്ങിപ്പോയി ജനങ്ങളെ തിരിച്ചു വിളിച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടു. അതാണ് സയ്യിദ് ബിൻ അമർ റളിയല്ലാഹു അൻഹു ചരിത്രം എന്നുള്ളത്. ഈ മനുഷ്യനങ്ങ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ ആളങ്ങുമല്ല, ആകാശത്ത് നിന്ന് പൊട്ടി വീണ മാലാകയുമല്ല, ഖുർആൻ വാർത്തെടുത്ത മനുഷ്യൻ, പച്ച മനുഷ്യൻ. അതാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു മഹാമനുഷ്യന്റെ ജീവിത ചരിത്രം. ഇതാണ് ഇവിടെ ജനാധിപത്യം ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങളെ പരിഗണിക്കുകയും ജനക്ഷേമത്തിന് വേണ്ടി മുൻഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനം. അതിനാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്, അതിനായിരിക്കണം പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ ജനാധിപത്യം ഉണ്ടെങ്കിൽ ലോകം സ്വർഗമായില്ലേ, എല്ലായിടത്തും സന്തോഷം ഉണ്ടാവില്ലേ, എല്ലായിടത്തും സമാധാനം ഉണ്ടാവില്ലേ, ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം ജനങ്ങൾക്ക് ലഭ്യമാകില്ലേ, ജനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ഒരു ഭരണകൂടം. അതല്ലേ ജനാധിപത്യ മര്യാദ എന്നുള്ളത്. ഉമർ പറയാറുണ്ടൊരു വാക്ക്, ഉമർ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ നാട്ടിൽ ആദ്യം വിശക്കുന്നയാൾ ഞാനായിരിക്കണമെന്ന്. വിശക്കുമ്പോ ആദ്യം വിശക്കുന്നയാൾ ഞാനായിരിക്കണമെന്ന്, വിശപ്പടക്കുമ്പോ അവസാനം വിശപ്പടക്കുന്ന ആളും ഞാനായിരിക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ നല്ലൊരു നേതാവാവുക എന്ന്. ആലോചിക്കണ്ടേ? ഇവിടെ ഗ്യാസിന് ദൗർലഭ്യം പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ കാര്യമാണ്. എത്ര ഇടത്താണ് ഗ്യാസില്ലാതെ, കടകൾ അടഞ്ഞു കിടക്കുന്നു, വീടുകളിൽ ഗ്യാസ് കിട്ടാനില്ല. ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിൽ ഗ്യാസ് ഇല്ലാതെ പോയോ? ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങളിൽ ഗ്യാസ് ഇല്ലാതെ പോയോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിവിടെ വന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ മനുഷ്യരെ, അവർക്ക് വരില്ല. ജനങ്ങളിൽ അവസാനം ഒരു പ്രശ്നം വന്നാൽ ഏറ്റവും അവസാനമേ അവരെ തിണ്ണകൾ കടന്നു പോകൂ. അതാ പ്രശ്നമെന്നുള്ളത്. ഇവിടെ നടക്കുന്ന ഏതൊരു പ്രശ്നവും ആദ്യം അവരെ ബാധിച്ചാൽ മാത്രമല്ലേ ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടുകയുള്ളൂ. വെണ്ണ കിട്ടാനില്ലാത്ത നാട്ടിൽ വെണ്ണയ്ക്ക് ക്ഷാമമുണ്ടായപ്പോ സ്വന്തം ഖജനാവിൽ വെണ്ണ അല്പമെങ്കിലും ഉണ്ടായിരിക്കവേ ഒലീവിന്റെ എണ്ണ കൂട്ടി ആഹാരം കഴിച്ച് വയറിളക്കം പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വയറിനോട് പറയണം, വയറേ നീ വയറിളക്കം കുറെ അനുഭവിക്കേണ്ടി വരും, കുറച്ച് നീ കക്കൂസിരിക്കേണ്ടി വരും. ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ നാട്ടിലെ സാധാരണക്കാരന് പോലും വെണ്ണ സുലഭമായി കിട്ടാതെ ഞാൻ വെണ്ണ കഴിക്കില്ല. ഇവിടെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. എൻ്റെ ജനങ്ങൾക്ക് കിട്ടാതെ ഞാൻ വെണ്ണ കഴിച്ചാൽ അതെങ്ങനെ ശരിയാവും? ഒരു നല്ല നേതാവിന്റെ സ്വഭാവമല്ലല്ലോ അതെന്ന്. അതാ ഉമർ പറഞ്ഞത്. ഖജനാവിൽ വെണ്ണ ഇരിക്കുമ്പോഴും ഈ ഒലീവിന്റെ എണ്ണ കൂട്ടി ആഹാരം കഴിച്ചിട്ട് ജനങ്ങൾക്കൊപ്പം നിന്നൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനകീയനായ നേതാവ് അതാ ഉമർ. അതുപോലെയുള്ള ഉമർമാർ വീണ്ടും ഈ ലോകത്ത് വന്നാലേ ലോകത്ത് ക്ഷേമം ഉണ്ടാവുള്ളൂ, സമാധാനവും സുരക്ഷയുമുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. ആലോചിച്ച് വോട്ട് ഉപയോഗിക്കുക, വോട്ടവകാശം ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കുക. തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇലക്ഷൻ ഈ വരുന്ന 9-ാം തീയതി ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് നമുക്കിടയിൽ വലിയൊരു ആലോചനയും ചർച്ചയുമാണ്. നമുക്ക് നിരന്തരമായ ശത്രുക്കളോ നിരന്തരമായ മിത്രങ്ങളോ രാഷ്ട്രീയത്തിൽ നമുക്കില്ല. രാഷ്ട്രീയക്കാർക്കും അങ്ങനെയാണ്. രാഷ്ട്രീയക്കാർ എപ്പോഴും പറയുന്നൊരു വാചകമാണിത്, നമുക്ക് നിരന്തരമായ ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി മാറി 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 കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നയപരമായ വിഷയങ്ങളിൽ, നിലപാടിൻ്റെ വിഷയങ്ങളിൽ ആരാണോ തമ്മിൽ ഭേദം അവരെ പരിഗണിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ BJP അവരെ തോൽപ്പിക്കണം എന്നതൊന്നും നമ്മുടെ ഒരു അവരെ തോൽപ്പിച്ചേ തീരൂ എന്നതൊന്നും ഒരു വാശിയുടെ ഭാഗമല്ല. അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് മാത്രം പുരോഗതിയും ക്ഷേമവും വളർച്ചയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നൊരു ഭരണകൂടം വരണമെന്ന് ചിന്തിക്കുന്നതും വർഗീയമാണ്. അതും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല.
രാഷ്ട്ര താല്പര്യം സംരക്ഷിക്കപ്പെടണം, നാടിന് പുരോഗതി ഉണ്ടാവണം, ഈ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാവണം. രാഷ്ട്ര താല്പര്യം ഈ മണ്ണ് നന്നാവണമെന്നല്ലോ, ഈ നാട്ടിൽ മനുഷ്യർ നന്നായി ജീവിക്കണം, നാനാവിധ ജാതിയിലുള്ള ആൾക്കാർ നന്നായി ജീവിക്കുക. അതിന് ജനങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും ഈ വോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് ഘട്ടത്തിലും ജനങ്ങൾ സജീവമായി നിലകൊള്ളുക എന്നുള്ളതാണ്. ഹൗ ടു ഡേ ഡെമോക്രസി ഹൗ ടു ഡേ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. എങ്ങനെയാണ് ഈ ഡെമോക്രസി, ഈ ജനാധിപത്യം മരിച്ചു പോകുന്നതെന്ന്. ആ ഗ്രന്ഥത്തിന് മെയിൻ ഉള്ളടക്കം എന്നുള്ളത് ഈ ഇറ്റലിയിൽ എങ്ങനെയാണ് ജനാധിപത്യം മാറി സ്വേച്ഛാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്ന് വിശദീകരിക്കുന്ന ഒരു കൊച്ചു കഥ പറഞ്ഞിട്ടാണ് വിശദീകരിക്കുന്നത്. ഒരു മാൻപേടയും ഒരു കുതിരയും തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി, അവർ തമ്മിൽ വലിയ അടിയായി, തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷെ രണ്ടുപേർക്കും പരസ്പരം വിജയിക്കാൻ കഴിയുന്നില്ല. മാനിനെ കീഴടക്കാൻ കഴിയാതെ കുതിരയെ കീഴടക്കാൻ കഴിയാതെ മാനും ആ സംഘടന നിലനിൽക്കവേ ഒരു വേട്ടക്കാരൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട്, ഒരു നായാട്ടുകാരൻ്റെ അടുക്കലേക്ക് കുതിര ചെന്നിട്ട് ഒരു സഹായം ചോദിച്ചു. എനിക്ക് എന്ത് ചെയ്യും, ആ മാൻപേടയെ കീഴടക്കണം, അതുകൊണ്ട് നിങ്ങളുടെ സഹായം വേണമെന്ന്. നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, മുഖത്തൊരു ജീനിയും കഴുത്തിലൂടെ ഒരു കയറും ഇടുന്നുണ്ട്. ഒരു ജീനി ഘടിപ്പിക്കാനും അതോടൊപ്പം ഒരു കടിഞ്ഞാനിടാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകണം, എങ്കിൽ നമുക്ക് കീഴടക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, എനിക്ക് മാൻപേടയെ കീഴടക്കണം, അത്രയേ ഉള്ളൂ എന്ന്. അങ്ങനെ മാൻപേടയെ കീഴടക്കാൻ വേണ്ടി കുതിരയുടെ മുഖത്തൊരു ജീനിയും കിട്ടി, അന്ന് മൂക്ക് കയറിയിട്ട് അതിന് കടിഞ്ഞാണ് വിട്ട് പിടിച്ചുകൊണ്ട് അയാൾ അതിനെ കീഴടക്കി. മാൻപേടയെ കീഴടക്കി കഴിഞ്ഞപ്പോൾ കുതിര പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഇതൊക്കെ അടിച്ചു മാറ്റാൻ പറഞ്ഞു. ആ നായാട്ടുകാരൻ പറഞ്ഞ മറുപടി ഇതാണ്, അല്ല അതവിടെ കിടക്കട്ടെ, ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി എൻ്റെ അടിമയാണ്, ഇനി മുതൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ജനാധിപത്യമല്ല, ഇവിടെ സ്വേച്ഛാധിപത്യമാണ് എന്ന് പറഞ്ഞ പോലെ മുസോളിനിയെ ഇറക്കിയത് അവിടുത്തെ വിമതപക്ഷക്കാരെ അടിച്ചമർത്താൻ വേണ്ടി മുസോളിനിയെയും കറുത്ത വസ്ത്രമണിഞ്ഞ നീളം കുപ്പായമുള്ള ഗുണ്ടകളെയും ഇറക്കി ഇറ്റലി കളിച്ചതിൻ്റെ കാര്യം എന്നുള്ളത് വിമത വിഭാഗങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയാണ്. പക്ഷേ ആ അടിച്ചമർത്തലുകൾ അവിടുത്തെ അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ആഘോഷമാക്കി അവസാനം അവർക്ക് എല്ലാവർക്കും മീതെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ആദ്യത്തെ ആണി അടിച്ചു മുസോളിനി. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജനാധിപത്യം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, ഏകാധിപത്യത്തിലേക്കും പണാധിപത്യത്തിലേക്കും രാജ്യം കടന്നു പോകുന്നത് എന്നതിനെ മനോഹരമായി വിശദീകരിച്ച ചെറുകഥയാണിത്. ഇവിടെ ചില ആൾക്കാരെ അടിച്ചമർത്താനും ഇവിടെ എല്ലാവരെയും ഒതുക്കാനും ഈ ചില ആൾക്കാരെ കൊണ്ട് സാധ്യമാകുന്നു എന്ന നിലയിൽ ചിലർക്ക് പിന്തുണയ്ക്കുകയാണ്. പക്ഷെ ഇതെല്ലാവർക്കും മേലുള്ള ഒരു ഏകാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. ഇവിടെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ BJP-യോട് പോലുമുള്ള എതിർക്കണം, തോപ്പിക്കണം, ഇത് നമ്മുടെ ലക്ഷ്യമേ അല്ല, നയങ്ങളാണ്. നയം ഈ രാജ്യത്തെ വെട്ടിക്കീറണമെന്ന്, മതപരമായി വിഭജനം സൃഷ്ടിക്കണമെന്ന്, ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കണമെന്ന്, കൂട്ടുബലാത്സംഗങ്ങൾക്ക് ഇരയാക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യും, സംരക്ഷണം ഒരുക്കണമെന്ന്, ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര പരാജയം കാരണം ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് ഒട്ടനവധി വിഷയങ്ങൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ അത്തരമൊരു സമൂഹം വളർന്നു വരുന്നത്, അവർ അധികാരത്തിൽ നിന്ന് സ്റ്റേറ്റുകളൊക്കെ നടപ്പിലാക്കുന്ന വളരെ മിളച്ചമായ, മനുഷ്യർ പോലും മറക്കുന്ന വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ. ഈ പരിഷ്കരണം ഇതൊന്നും നമുക്ക് ഒരിക്കലും ഈ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആത്മാവ് തൊട്ടറിയുന്ന ഒരു ഇന്ത്യക്കാരനെന്ന പൗരൻ, ഒരു ഇന്ത്യൻ പൗരൻ, ആത്മാർത്ഥതയുള്ള രാജ്യസ്നേഹിയായ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തെ തച്ചുടയ്ക്കുന്ന ഇത്തരം സമൂഹങ്ങളെ പിന്തുണയ്ക്കാനോ അവർക്ക് വോട്ട് രേഖപ്പെടുത്താനോ അവരെ വിജയിപ്പിക്കാനോ ഒരിക്കലും സാധ്യമാകില്ല. നയങ്ങൾ മാറ്റട്ടെ, നിലപാടുകൾ മാറ്റട്ടെ, അല്ലാതെ മതവിരോധമല്ലല്ലോ. മതവിരോധം ഒരിക്കലും മതവിരോധമല്ല. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ് ഏറ്റവും കൂടുതൽ BJP-ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളുള്ളത്. അവിടെയൊക്കെ എതിർ സ്ഥാനാർത്ഥികളും അമുസ്ലിമീങ്ങളാണ്, ഹിന്ദു സ്ഥാനാർത്ഥികളാണുള്ളത്. അപ്പോൾ അവർ ആർക്ക് വോട്ട് ചെയ്താലും ഹിന്ദുക്കൾ തന്നെയാണ് മിക്കവാറും ഒക്കെ. ചിലർ ക്രിസ്ത്യാനികളുമുണ്ട്, ചില ഒറ്റപ്പെട്ട മുസ്ലിമീങ്ങളുമുണ്ട്. ഇവിടെ മതപരമായി ആരെയെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല. നയപരമായി ആരാണോ ജനങ്ങൾ പക്ഷത്ത് നിൽക്കുന്നത്, തമ്മിൽ ഭേദം ആരാണോ അവർക്ക് വോട്ട് കൊടുത്തിട്ട് വർഗീയമായി ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കി ഈ നാട് കുട്ടിച്ചോറാക്കുന്നവർക്കെതിരെ ഈ വോട്ടുകൾ ഏകീകരിക്കപ്പെടുക എന്നുള്ളത് വിവേകശാലിയായ വിശ്വാസികൾ വോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ചിന്തയാണ്. അവർക്ക് വേണ്ടി ഒരു അവകാശം കൃത്യമായി ഉപയോഗിക്കുന്ന വിഷയത്തിൽ നമുക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഗൗരവത്തോടെ മനസ്സിലായി, ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം മുസ്ലിമിനെ പാമ്പ് കടിക്കില്ല. ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം ഒരു മുസ്ലിമിനെ പാമ്പ് കടിക്കില്ല. കാരണം അവൻ വിവേകിയാണ്. ആ മാളത്തിൽ നിന്ന് പാമ്പുണ്ട് എങ്കിൽ, വിഷം ചീറ്റുന്ന പാമ്പ് ഒരു മാളത്തിലുണ്ടെങ്കിൽ പിന്നെ അതിൽ കൈയിടാൻ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അപകടങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്, ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ച് ഗ്രഹപാഠം നടത്തിയിട്ട് വേണം വോട്ടവകാശം ഓരോ പൗരനും ഉപയോഗപ്പെടുത്താൻ. ഇതിന് മാറി നിൽക്കാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരും വോട്ടിടുക തന്നെ വേണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട് എന്ന നിലയിൽ കണക്കാക്കുക. ആർക്ക് വേണമെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ആ വോട്ടവകാശം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക.